ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നാത്തൂൻ ഉണ്ടാക്കിയിട്ടുണ്ടായിന്. നാത്തൂനും ഉമ്മയൊക്കെ കൂടിയിട്ട് കഴിക്കാൻ കുറേ സമയം കഴിക്കണം കേട്ടോ വന്നിരുന്നപ്പം. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂടൊന്നും ഇല്ല ഇനി. പിന്നെ സുബസ്കാരൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കടന്നുറങ്ങി. നമ്മളെ വീട്ടിൽ ചെന്നാൽ എന്നും നമുക്ക് തന്നെയല്ലേ പണി. അപ്പോൾ വീട്ടിൽ എപ്പോഴേലൊക്കെ വരുമ്പോൾ അതേപോലെ കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കലുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് ഞാനാണ് ഉണ്ടാക്കുന്നത്. ഉച്ചക്ക് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരടുപ്പത്ത് ഞാൻ ചിക്കനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നല്ലോണം മസാല ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടാണ്ട് ഒന്നിങ്ങോട്ട് വഴറ്റിയെടുക്കണ്ട കേട്ടോ എണ്ണയിലിട്ടിട്ട്. പിന്നെ ഇപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള ചെമ്പും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ചെമ്പല്ല കേട്ടോ, നെയ്ച്ചോറ് ഉണ്ടാക്കണൊരു പാത്രം, ഒരു ബിരിയാണി പോട്ടാണ് കേട്ടോ ഇത്. അത് ഞാൻ അടുപ്പത്ത് വെച്ചേക്ക് ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നെയ്യും ഇട്ട് കൊടുത്തു. പിന്നെ സവാള ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ ഏലക്ക, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ച് കോരി ഇതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതിൽ അത്യാവശ്യം ഓയിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ തന്നെ കടന്നിട്ട് അങ്ങനെ ഫ്രൈ ആയി വന്നോളൂ. അതും നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എളുപ്പമാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ആണല്ലേ നെയ്ച്ചോറ്. ഇവിടെ എൻ്റെ കുട്ടികൾക്കൊക്കെ ബിരിയാണിനെ കാട്ടിലും ഇഷ്ടം നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ബിരിയാണി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിനി, പിന്നെ പറഞ്ഞാൽ നമുക്ക് നെയ്ച്ചോറാക്കാമെന്ന് പറഞ്ഞാൽ കേട്ടോ. അങ്ങനെ നമ്മളെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് തന്നെ അരി ഇട്ടാണ് മിക്സ് ചെയ്തെടുത്താൽ എന്താ പറയുക, ചോറ് വെള്ള ചോറായിട്ട് കിട്ടുമല്ലോ കേട്ടോ. ചോറിൻ്റെ കളറ് മാറും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് കോരി എടുക്കുന്നത്. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ പൊരിച്ച ഉള്ളിയും അതേപോലെ തന്നെ നമ്മളെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പൊരിച്ച് മേലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഇന്ന് കോരി മാറ്റിയിട്ടുണ്ട്, ബാക്കി ആയി തന്നെ ഉണ്ട് കേട്ടോ. ഇനി അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടേന്. അപ്പോൾ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കി വെക്കൊണ്ടിട്ടോ, നല്ല അടിപൊളി ചോറായിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് ഈ കരി ഇട്ട് കൊടുത്തപ്പോഴേ ആ പാത്രത്തിൻ്റെ വക്കത്ത് കൂടി കരി ഉണ്ടായിന്. അപ്പം അതാണ് കേട്ടോ ഈ അങ്ങനെ നുള്ളിയിടുന്ന നിങ്ങൾ കാണുന്നത്. ഈ അരി നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാട്ടോ. ഇത് ജോക്കറാണ് കേട്ടോ ഈ അരിൻ്റെ പേര്. അപ്പോൾ ഞാൻ ഇപ്പോൾ അധികവും ജീരകശാല റൈസാണ് എടുക്കൽ. അപ്പോൾ അതിന് നല്ല റേറ്റാണ് കേട്ടോ. 165 രൂപ 185 രൂപയൊക്കെ കഴിക്കണം ഒരു കിലോന്. അപ്പോൾ നമുക്ക് കാറ്ററിംഗ് ഒക്കെ ഉണ്ടാവുമ്പം അത് വെച്ച് കൊടുത്താൽ മുതലാവില്ല. ഈ അരി നല്ല തന്നെയാണ് കേട്ടോ. അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. ഞങ്ങളെ വീട്ടിൽ സ്ഥിരമായിട്ട് നെയ്ച്ചോറും ബിരിയാണി ഉണ്ടാക്കാൻ അടുത്തിന് അരിയാണ് ഇത്, ഈ ജോക്കർ. അപ്പം ഇന്ന് ഞങ്ങൾ ആ ജോക്കർ അരി വെച്ചിട്ട് തന്നെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അത് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിന് വെള്ളം തിളപ്പിച്ചിട്ട് ഗെറ്റലിൽ തിളപ്പിച്ചിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളമൊക്കെ അളന്നിട്ടുണ്ടായിന് കേട്ടോ, അളന്നുകൊണ്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അനിയത്തിയാണ് വെള്ളമൊക്കെ അളന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കുറേ വെള്ളമുണ്ട് തോന്നുന്നുണ്ട്, ഇത് വേറും എന്താ അറിയില്ല പറഞ്ഞു. അപ്പോൾ ഓളാണ് അളന്നതൊക്കെ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കേട്ടോ, വെള്ളം പാകേനി കാണുമ്പോൾ തോന്നുന്നു കുറേ ഉണ്ടെന്ന്. പിന്നെ എനിക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. അതേപോലെ കുറച്ച് ക്യാരറ്റൊക്കെ കട്ട് ചെയ്ത് വെച്ചിനി, അത് ഇട്ട് കൊടുത്തു. ഇനി അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ടായിന്. അപ്പോൾ അത് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് എണ്ണയിൽ നിന്ന്. കുറച്ച് ഓയിലേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നാലും അതൊന്നും ഇങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ചിക്കൻ വഴറ്റിയെടുത്തിട്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ വഴറ്റിയിട്ട് ഉണ്ടാക്കണത്. ഇല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യാതെ അങ്ങനെ തന്നെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആ എണ്ണയിൽ തന്നെ സവാള വഴറ്റിയെടുക്കുകയും ചെയ്യാം. പിന്നെ ചോറൊക്കെ തുറന്നിട്ട് ഇടയ്ക്കൊന്ന് ഇതേപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലത്തെ വെള്ളം ഒന്ന് വറ്റി വന്നിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ വെള്ളം വറ്റാൻ. അങ്ങനെ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ സവാളയൊക്കെ ഏകദേശം വഴന്ന് കിട്ടിയിട്ടുണ്ട്. സവാളയൊക്കെ നല്ലോണം വഴന്ന് കിട്ടണം, എന്നാലുള്ളൂ ചിക്കൻ കറി കുറച്ച് കുറുകിയ കറിയായിട്ട് കിട്ടും ചെയ്യുക. അതേപോലെ തന്നെ കറിക്കും ടേസ്റ്റ് ഉണ്ടാവുക, നല്ലോണം സവാളയും തക്കാളിയൊക്കെ വഴന്ന് കിട്ടണം. അപ്പോൾ സവാളയൊക്കെ ഇപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അപ്പോൾ അതേക്ക് ഇട്ട് കൊടുത്തു. ചെറിയ ഉള്ളി അതേപോലെ തന്നെ കുറച്ച് അധികം ചേർക്കണം, നല്ലതാട്ടോ. എന്നാൽ കറിക്ക് കുറച്ച് കുറുകിയ കറിയായിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. പിന്നെ ചെറിയ ഉള്ളി എന്തൊക്കെ ചേർത്താലും ടേസ്റ്റ് തന്നെയാണല്ലോ അല്ലേ. അങ്ങനെ അതും ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്.
അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനേ ആരെയും കിട്ടിയിട്ടില്ല. ഇന്ന് ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതും കുക്കിങ്ങും ഒക്കെ. അപ്പോൾ ഒരു കയ്യിൽ ഫോണാണ്, അപ്പോൾ അതുകൊണ്ട് ഒക്കെ കൂടെ ഒന്നും വീഡിയോയിൽ കാണിക്കാനും പറ്റണില്ല. അങ്ങനെ ഇതിക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, വലിയ ജീരകം പൊടിച്ചതും പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ടതിന്. കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് മസാലയൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി കട്ട് ചെയ്തതും ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് കിട്ടണം. അപ്പോൾ നാടൻ രീതിയിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാൻ എനിക്ക് ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല, സാധാ പൊടികൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ റൈസത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, എന്താ കണ്ടില്ലേ. അപ്പോൾ വെള്ളം അധികമൊന്നും ഇല്ല കേട്ടോ, വെള്ളമൊക്കെ പാകിനി. നമ്മൾ ഫസ്റ്റ് അരി ഇങ്ങനെ വറുത്തെടുത്തല്ലോ, അപ്പോൾ അങ്ങനെ വറുത്തെടുക്കുമ്പം ഒന്നൊന്നുമ്പോൾ തൊടാതെ നല്ല വൃത്തിക്ക് കിട്ടും നെയ്ച്ചോറ്. പിന്നെ ഇനി നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. അത്യാവശ്യം നെയ്യൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്, നെയ്യും സൺഫ്ലവർ ഓയിലും ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നെയ്യ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതാ ഇവിടെ മസാലപ്പൊടികളൊക്കെ വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി വഴന്നതിന് ശേഷം അതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിന് കേട്ടോ. ചിക്കനൊക്കെ ഇട്ടുകൊണ്ട് കറി ആയി തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ വേവാണ്ട്, അപ്പോൾ അത് ചെറിയ തീയിലിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നെയ്ച്ചോറ് ഇതാ സെറ്റായിട്ടോ. അപ്പം ഇടയ്ക്കൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിലുള്ള ചോറ് നല്ലോണം വേവും ചെയ്യും, മേലുള്ള ചോറ് അത്രക്കണ്ട് വെന്ത് കിട്ടൂല. അപ്പോൾ ഒന്ന് കുറച്ച് സമയം ഒന്ന് നല്ലോണം ചൂടാറുന്നത് വരെ കുറച്ച് നേരം ഇടയ്ക്കൊന്ന് ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ നെയ്ച്ചോറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളയൊക്കെ ഫ്രൈ ചെയ്തത് കുറച്ച് കോരി മാറ്റിയല്ലോ, അത് നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ചോറ് ഞാൻ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കണ്ട കേട്ടോ. കുറച്ചും കൂടെ നേരം ഒന്ന് ആവിയിൽ കടന്നോട്ട്, ഒന്ന് ദമ്മ് കയറിക്കോട്ടെ. എന്നാൽ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. എന്നാൽ കറക്റ്റ് വേവായിട്ട് നല്ല ഉഷാറായിട്ട് കിട്ടും. ചോറിന് നല്ല മായം ഉണ്ടാവും. നമുക്ക് ഇവിടെ അങ്ങനെയാണ് കേട്ടോ വേണ്ടത്, ചോറ് നല്ലോണം വേവണം. വേവ് കുറവായ ആർക്കും വലിയ ഇഷ്ടമല്ല. അപ്പം ചോറൊക്കെ വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ കൂടെ കുറച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത്, അതതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ അടച്ചു വെക്കട്ടോ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് കഴിക്കാൻ നേരത്തെ ഇളക്കിയിട്ടാലും കുഴപ്പമില്ല. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എളുപ്പത്തിൽ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി അല്ലേ, ചിക്കൻ കറി ഇതാ ഏകദേശം ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ടാണല്ലോ ചിക്കൻ കറി ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അധികം പിന്നെ വേവാനൊന്നുമില്ല. ചിക്കൻ ആകുമ്പോൾ ഇപ്പോൾ വേവുമല്ലോ, എന്നാലും കുറച്ച് സമയം ഇങ്ങനെ തിളക്കണം, എന്നാലുള്ള മസാലയൊക്കെ നല്ലോണം ചിക്കനിൽ പിടിക്കുള്ളൂ. അപ്പോൾ ഇതിലേക്കും ഞാൻ വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ചില്ലി സോസോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. സാധാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടുണ്ടാക്കിയ ചിക്കൻ കറിയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനത്തെ ചിക്കൻ കറി. പിന്നെ നമുക്ക് പൊറോട്ടൻ്റെ കൂടി നെയ്ച്ചോറിൻ്റെ കൂടിയൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിക്ക്. ഇനി ഒന്നും കൂടെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ബീഫ് ഉണ്ട്, ബീഫ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പുറത്തടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ അത് വെന്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇത് അമ്മ ചട്ടിയിലിട്ടിട്ടൊന്ന് തൂമിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി, ബീഫ് വരട്ടിയത് ഉമ്മ ഉണ്ടാക്കിട്ടോ. അമ്മമാരുണ്ടാക്കണ ബീഫ് വരട്ട് നമ്മൾ ഉണ്ടാക്കണ പോലെയല്ല, അതിന് വേറൊരു ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ എന്തായാലും ഫുഡൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് അന്നിടാനുള്ള വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാണ്ടായിന്, പിന്നെ ഞാൻ അതിനൊക്കെ വേണ്ടിയിട്ട് പോയി. അപ്പം എല്ലാവരും കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, എൻ്റെത് കഴിഞ്ഞിട്ടില്ല ഇനി. അപ്പോൾ ഞാനപ്പം ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പം മക്കളതും അനിയത്തിൻ്റെതും ഒക്കെ കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ അന്ന് ഒറ്റക്കാട്ടോ കഴിച്ചത്. ഒരിതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എനിക്ക് കുളി നിസ്കാരമൊന്നും കഴിയാതെ അങ്ങോട്ട് ഫുഡ് കഴിക്കാനൊരു ഉഷാർ കിട്ടൂല. ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പം എന്താ പറയുക, അപ്പോൾ ഒരു ഉഷാറാണ്. അപ്പോൾ ഓരൊക്കെ കഴിക്കണത് ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ പിന്നെ ഞാനും എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും വന്ന് ചോറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അതാ ഒരു പ്ലേറ്റിക്ക് ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. ചോറും ചിക്കൻ കറിയും ബീഫ് വരട്ടിയതും പിന്നെ നമ്മളെ തൈര് സാലഡും ഒക്കെ ഉണ്ടായിനും. അങ്ങനെ ഇന്നും എല്ലാവരും ഒരുമിച്ച് തന്നെ ആയിനും. പക്ഷേ ഫുഡ് കഴിക്കാൻ ഞാൻ പിന്നെ ലാസ്റ്റാണ് കഴിച്ചത്. എന്നാലും എല്ലാവരും വീട്ടിലുണ്ടാകുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അപ്പം ഇങ്ങനെ ഇന്നത്തെ ദിവസം വീട്ടിൽ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് രാത്രിയും കൂടെ ഉണ്ടാവും ഇവിടെ. പിന്നെ നാളെ രാവിലെ നമ്മളെ വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് നാളെ കാണാം. താങ്ക്